11 സത്യമാണ് അള്ളാഹു വെച്ചത്. വശംസി, സൂര്യനെ തന്നെയാണ് സത്യം. വളുഹാഹാ, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം. നമ്മൾ സൂര്യപ്രഭയിൽ നിന്നകന്ന് ഇരുട്ടിലാണ് ഇപ്പോഴുള്ളത്. അമേരിക്കക്കാർക്കിപ്പോ പ്രഭാതമായി തുടങ്ങി, നട്ടുച്ച നേരമായി തുടങ്ങി, അസ്തമിക്കാൻ പോകുന്ന സമയമായി തുടങ്ങുന്നവർക്ക് നട്ടുച്ച നേരം ആകാനിരിക്കുന്നു. 10 മണിയല്ലേ ആയിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. നേരെ നമ്മുടെ ഗ്ലോബിന്റെ അതർ സൈഡ് നല്ല വെളിച്ചാണ്. ഗൾഫിലുള്ളതുകൊണ്ടായിരിക്കും കുറെ ആൾക്കാർ ഭൂമി ഉരുണ്ടിട്ടാന്ന് ഉറപ്പിച്ചത്. സൗദിയിലൊക്കെ പറയില്ലേ, ഉമ്മ ഇവിടെ അസ്തമിച്ചിട്ടില്ല കേട്ടോ, ഞങ്ങൾക്ക് പെഷാവാൻ കൊടുത്തു. അപ്പൊ അവിടെ ഇപ്പൊ സൂര്യൻ ഉണ്ടല്ലേ, അത് ഉരുണ്ടാലേ നടക്കുള്ളൂ. ശരിക്കും ബോധ്യപ്പെടാനേ ചില വഴികൾ വേണ്ടി വരും. വശംസി വളുഹാഹാ, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം, സൂര്യനെ തന്നെയാണ് സത്യം. 2. വൽഖമരി ഇദാ തലാഹാ, ആ സൂര്യന് പിറകെ അതിനെ വലയം, അതിനെ ചുറ്റിക്കൊണ്ടിരിക്കുകയും സൂര്യന് സമാന്തരമായി ചുറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചന്ദ്രഗോളത്തെ തന്നെയാണ് സത്യം. വന്നഹാരി ഇദാ ജല്ലാഹാ, ആളുകൾക്ക് കാണാനും അറിയാനും ഇടപെടാനും കഴിയുന്ന വിധത്തിൽ പകലിനെ തെളിച്ചമാക്കി കൊണ്ടുവന്നവനെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ യഗ്ശാഹാ, രാവിനെ ഇരുട്ടുകൊണ്ട് ആവരണം ചെയ്യുന്ന അല്ലാഹുവിനെ തന്നെയാണ് സത്യം. വസ്സമാ, ആകാശലോകത്തെ ഗോളങ്ങളെ തന്നെയാണ് സത്യം. വമാ ബനാഹാ, ആകാശഗോളങ്ങളെ സൃഷ്ടിച്ചവനെ തന്നെയാണ് സത്യം. ഐ വമൻ ബനാഹാ. വൽ അർളി, ഭൂമിയെ തന്നെയാണ് സത്യം. വമാ തുഹാഹാ, ഭൂമിയെ പരത്തി സംവിധാനിച്ചവനെ തന്നെയാണ് സത്യം. എത്രണ്ണായി? 10 ആയില്ലേ? ഇനി 11. വനഫ്സിൻ വമാ സവ്വാഹാ, വളരെ മനോഹരമായ പ്രപ്പോഷനിൽ, അളവിലും കൃത്യമായ രീതിയിലും മനുഷ്യ ശരീരത്തെ സംവിധാനിച്ചവനെ തന്നെയാണ് സത്യം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, നന്മ എന്താണെന്നും തിന്മ എന്താണെന്നും മനുഷ്യ ശരീരങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ചെയ്തു കൊടുത്ത അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഇനി എന്താ പറയാൻ പോകുന്ന വിഷയം എന്നറിയോ? സത്യം ചെയ്തിട്ട് അള്ളാഹു വെച്ചു. ഇനി പറയുന്ന വിഷയം ഗൗരവമാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹാ, മനുഷ്യ ശരീരത്തിൽ മോശമായ സ്വഭാവങ്ങളെ മാറ്റിപ്പിടിക്കുകയും ചീത്ത ചിന്താഗതികളെ അകറ്റിവെക്കുകയും ചെയ്ത് മനുഷ്യ ശരീരത്തെ സംസ്കരിച്ചു കൊണ്ടുവരുന്നവരെ തന്നെ അവരാണ് വിജയിക്കുന്നവർ, സംസ്കരിക്കുന്നവരാണ് വിജയിക്കുന്നവർ. ഖദ് അഫ്ലഹ മൻ സക്കാഹാ, തസ്കിയത്ത് ചെയ്യുന്നവരാണ് വിജയിച്ചവർ. ഒരു സൗണ്ട് മാറിയിട്ടുണ്ട്, ഇപ്പൊ ഒരു 2-3 സെക്കൻഡ് മുമ്പ് മാറ്റം വന്നു. ഖദ് അഫ്ലഹ മൻ സക്കാഹാ, ശരീരത്തെ പരിപോഷിപ്പിക്കുന്നവർ, തസ്കിയത്ത് ചെയ്യുന്നവർ, അവരാണ് വിജയിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്താണ് ഈ പറയുന്നതിന്റെ താല്പര്യം? സ്വഭാവശുദ്ധിയിലൂടെയാണ് വിശ്വാസവിശുദ്ധി. മനുഷ്യന്റെ സ്വഭാവം നന്നാകുമ്പോഴാണ് മനുഷ്യൻ നന്നാകുന്നത്, അപ്പോഴാണ് അവൻ വിജയിക്കുന്നത്. എന്റെ സ്വഭാവം നന്നാവേണ്ടതാണെങ്കിൽ നമ്മൾ നന്നാക്കണം. എന്റെ സ്വഭാവം മോശമാണെങ്കിൽ ഞാനത് നന്നാക്കണം. ഞാൻ ഇങ്ങനെയാണ് മരിക്കോളം അങ്ങനെ പറഞ്ഞുകൂടാ. മനുഷ്യ സ്വഭാവങ്ങൾ നന്നാക്കാൻ പറ്റില്ലായിരുന്നുവെങ്കിൽ, ഒരാൾ പറയാൻ ജനിച്ചപ്പോഴേ ചൂടനാണ് അങ്ങനെ പറഞ്ഞുകൂടാ. എനിക്ക് ചൂടാണ്, അങ്ങനെയല്ല, എന്നൊക്കെ തണുപ്പിക്കാൻ പറ്റും. അങ്ങനെ പറ്റില്ലായിരുന്നുവെങ്കിൽ അല്ലാഹു തആല സ്വഭാവ വിശുദ്ധിയെ നിങ്ങളിലേക്ക് ഏൽപ്പിക്കുമായിരുന്നില്ല. അല്ലാഹു നമ്മളോട് സ്വഭാവ ശുദ്ധി വരുത്താൻ പറഞ്ഞത് സ്വഭാവം നന്നാക്കാൻ പറ്റുന്നത് കൊണ്ടാണ്. കാരണം എല്ലാ തക്ലീഫുകളും അല്ലാഹുവിന്റെ ഉത്ബോധനങ്ങളും മനുഷ്യർക്ക് സാധ്യമായതുകൊണ്ടാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, മനുഷ്യന് കഴിയുന്നതേ അല്ലാഹു ചെയ്യാൻ പറയൂ. സ്വഭാവം നന്നാക്കാൻ പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നൊരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ സ്വഹാബത്തിനോട് സംസാരിക്കുന്നു.
ഉത്ബത്ത് ബിൻ സയ്യിദ് ബിൻ ഔഫ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു സദസ്സിലുണ്ട്. മുത്തനബി തങ്ങൾ മുസ്ലിമീങ്ങളിലെ പാവപ്പെട്ട ആളുകൾക്ക് സഹായം ചെയ്യണമെന്ന് പറഞ്ഞ്, പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ സഹായം ചെയ്തു കൊടുക്കണം, സ്വതക്ക ചെയ്യണം, ദാനം ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്ട്രൈവ് ചെയ്യണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യണം. മഹാനായ സ്വഹാബിയാണെങ്കിലോ ഉത്ബത്ത് ബിൻ സയ്യിദ് ബിൻ ഔഫ് അൽ അൻസാരി വളരെ പാവപ്പെട്ട ആളാണ്, വളരെ മിസ്കീനാണ്, ഒന്നും കയ്യിലില്ല. അന്ന് രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോ ഉറക്കം വരുന്നില്ല. എന്റെ റസൂല് സ്വതക്ക ചെയ്യാൻ വേണ്ടി പറഞ്ഞില്ലേ, എന്റെ അടുത്ത് ഒന്നുമില്ലല്ലോ, ഞാൻ എന്താ ചെയ്യാ? ഹബീബായ നബി തങ്ങളുടെ അരികത്ത് നിന്നും വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ മഹാനായ സ്വഹാബി റളിയല്ലാഹു അൻഹു ഖാമ യുസല്ലി ഫിൽ ലൈൽ, രാത്രി മഹാനവറുകൾ നിസ്കരിക്കാൻ നിൽക്കുന്നു. ഒക്കെ കുറച്ചിട്ട് ഡിലേ കൂട്ടിത്തരണം. ഖാമ യുസല്ലി ഫിൽ ലൈൽ, രാത്രി മഹാനവറുകൾ നിസ്കരിക്കുന്നു. വദഅ ഫീ സ്വലാത്തിഹി, സ്വന്തം നിസ്കാരത്തിൽ മഹാനവറുകൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്ന റസൂലക ഖദ് ഹസ്സ അല സ്വദഖ, അല്ലാഹുവേ നിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വദഖ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ദാനധർമ്മം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വലൈസ ഇൻദീ മാ അതസദ്ദഖു ബിഹി, ദാനം ചെയ്യാൻ ഒന്നുമേ എന്റെ കയ്യിലില്ല പടച്ചവനെ, എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. അല്ലാഹുമ്മ ഇന്നി അതസദ്ദഖു ബിഇർദി അലാ കുല്ലി മൻ ളലമനി മിനൽ മുസ്ലിമീൻ, അല്ലാഹുവേ മുസ്ലിമീങ്ങളിൽ നിന്ന് ആരൊക്കെയാണോ എന്നെ ആക്രമിക്കുന്നത്, എന്നെ ചീത്ത പറയുന്നത്, എന്നെ പരിഹസിക്കുന്നത്, എല്ലാവർക്കും ഞാൻ എന്റെ അഭിമാനം സ്വതക്ക കൊടുത്തിരിക്കുന്നു റബ്ബേ. എനിക്ക് തരാൻ മറ്റൊന്നുമില്ല, പൈസ ഇല്ല റബ്ബേ, എന്റെ അഭിമാനം ഞാൻ സ്വതക്ക ചെയ്തു, എന്റെ അഭിമാനം ഞാൻ സ്വതക്ക ചെയ്തു. ആർക്ക്? അലാ കുല്ലി മൻ ളലമനി, എന്നെ ആക്രമിക്കുന്ന മുഴുവൻ ആളുകൾക്കും, മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ആരൊക്കെയാണോ എന്നെ ബുദ്ധിമുട്ടാക്കുന്നത്, എന്നെ ചീത്ത പറയുന്നത്, എന്നെ പറ്റി അരുതാത്തത് പറയുന്നത്, അവർക്കെല്ലാം അല്ലാഹുവേ ഞാൻ എന്റെ അഭിമാനം ദാനമായി കൊടുത്തു. രാത്രി ദ്വാരക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വരുന്നു, നബിയേ അങ്ങ് സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എന്റെ കയ്യിൽ ഒന്നുമില്ല പടച്ചവനെ, ഞാൻ എന്റെ അഭിമാനം ദാനം ചെയ്യുന്നു എന്ന് അള്ളാഹുവിനോട് വിളിച്ചു പറഞ്ഞ സുഹാബിയുടെ ദുആ അഷ്റഫുൽ ഖൽഖിന് വഹിയായി വരികയാണ്. നബിയെ ഇങ്ങനെ ഒരു സുഹാബി പറഞ്ഞിട്ടുണ്ട്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് എഴുന്നേറ്റ് നിന്നു. മനിൽ മുതസദ്ദിഖു ബിഇർദിഹിൽ ലൈല, ഇന്നലെ രാത്രി ആരാണ് അഭിമാനം സ്വതഖയായി കൊടുത്തത്, ആ ആളെവിടെ? മനിൽ മുതസദ്ദിഖു ബിഇർദിഹി അല്ലൈല, ഇന്നലെ അഭിമാനം സ്വതഖ കൊടുത്ത ഒരാളുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ, അയാൾ എവിടെയെന്ന് ചോദിച്ചു. ഫഖാമ സയ്യിദുനാ ഉത്ബത്ത് ബിൻ സയ്യിദ്, മഹാനായ ഉത്ബത്ത് ബിൻ സയ്യിദ് ബിൻ ഔഫ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അവിടെ എഴുന്നേറ്റ് നിന്നു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഖദ് ഖുബിലത് സ്വദഖതുക ഫിസ്സകാത്തിൽ മുതഖബ്ബല, അല്ലാഹു സ്വീകരിക്കുന്ന സകാത്തിന്റെ കൂടെ നിങ്ങളുടെ ഈ സ്വതക്കയെ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. സഹോദര സന്തോഷിച്ചോളൂ, അല്ലാഹുവിന് നിങ്ങളുടെ സ്വതക്ക ഇഷ്ടമായിരിക്കുന്നു, അല്ലാഹുവിന് നിങ്ങളുടെ സ്വതക്ക ഇഷ്ടമായിരിക്കുന്നു. ഖദ് തഖബ്ബലത് സ്വദഖതുക, അല്ലാഹു അത് സ്വീകരിച്ചു കേട്ടോ, അല്ലാഹു സ്വീകരിച്ചു കേട്ടോ, സന്തോഷിച്ചോളൂ. നിങ്ങൾ കൊടുത്ത സ്വതക്ക പൈസയല്ല, പിന്നെന്താണ്? അഭിമാനമാണ്. അങ്ങനെയും ഒരു സ്വതക്കുണ്ട്. അപ്പോ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നബിയേ അങ്ങയുടെ സ്വഭാവം മഹത്തായതാണ്, അമേസിംഗ്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ഹബീബായ നബിയേ അങ്ങയുടെ സ്വഭാവം പരിശുദ്ധമാണ്. അവിടെ നിൽക്കട്ടെ, അത് കുറയരുത് ഇൻഷാ അല്ലാഹ്. ഒന്ന് മാഞ്ഞു പിടിക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അങ്ങ് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയേ. അങ്ങയോളം സ്വഭാവശുദ്ധിയുള്ള മറ്റൊരാൾ ഈ ലോകത്ത് തന്നെ വന്നിട്ടില്ല നബിയേ. ആര് പറഞ്ഞു? അല്ലാഹു ജല്ല ജലാലു. ആരോട്? മുത്തുനബി തങ്ങളോട്.
മുത്തുനിബിതങ്ങൾ ഒരു സാധാരണ സ്വഹാബിയോടൊരു കാര്യം പറഞ്ഞാൽ ആ സ്വഹാബി നിബിതങ്ങൾ പറഞ്ഞ വാക്ക് പിടിച്ച് അഭിമാനം പറയുമായിരുന്നു. പിന്നെ ഉണ്ടോ അള്ളാഹു റസൂലിനെ കുറിച്ച് പറഞ്ഞത്? വലിയ അഭിമാനമാണ്. അള്ളാഹു പറയല്ലേ, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അങ്ങേക്ക് സ്വഭാവത്തിന് സർട്ടിഫിക്കറ്റ് ഞാൻ തരുന്നു നബിയെ, അങ്ങ് ഏറ്റവും വലിയ സ്വഭാവത്തിന്റെ ഉടമയാണ്. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, സഅദേ ഇർമിയാ സഅദു, സഅദേ എറിഞ്ഞോളൂ സഅദേ, ഫിദാക അബീ വ ഉമ്മി, എന്റെ ഉമ്മയും വാപ്പയും സഅദേ നിങ്ങൾക്ക് ദണ്ഡമാണ് എന്ന് പറഞ്ഞാൽ എന്റെ മാതാപിതാക്കളോളം സഅദേ എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. സഅദേ ഇർമി സഅദു ഫിദാക അബീ വ ഉമ്മി എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോഴാണ് സഅദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നത്, സ്വഹാബികളെ, നിങ്ങൾ ആർക്കും കിട്ടാത്തൊരു മഹത്വം അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് തന്നിട്ടുണ്ട്. നബിതങ്ങൾ ജമഅലി റസൂലുള്ളാഹി ബൈന അബവൈഹി, സ്വന്തം ഉമ്മയെ വാപ്പയെ പറഞ്ഞ് എനിക്ക് വേണ്ടി നബിതങ്ങൾ ആശംസ നൽകിയിട്ടുണ്ട്. സഅദേ എന്റെ ഉമ്മയെക്കാളും വാപ്പയെക്കാളും സഅദേ അങ്ങേ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഇവിടെ, അതുകൊണ്ട് സഅദേ എറിഞ്ഞോളൂ, മുന്നേറിക്കോളൂ സഅദേ എന്ന് ഹബീബായ നബിതങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പറഞ്ഞ വാക്കാണ് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നീ എന്നോളം ഹബീബിനോട് അടുപ്പമുള്ള ആരെങ്കിലും ഉണ്ടോ? നബിതങ്ങൾ ഒരു കാര്യം പറഞ്ഞപ്പോ ഇനി എന്ത് വേണം? നബിതങ്ങളല്ലേ സർട്ടിഫിക്കറ്റ് തന്നത്. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മിൻ ഫൗഖി സബ്ഇ സമാവാത്, അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളുടെ മണ്ഡലങ്ങൾക്കപ്പുറത്ത് നിന്ന്, അല്ലാഹുവിന്റെ മലക്കൂത്തിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നബിയേ അങ്ങ് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയേ. ഇത് പറയുമ്പോ എത്രയാണ് ആ വാക്കിന്റെ മഹത്വം? അല്ലാഹു അല്ലേ പറഞ്ഞത്. ഖുർആൻ തന്നെ പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദകറല്ലാഹ കസീറാ. പരിശുദ്ധ നബിതങ്ങളിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അന്ത്യനാളിനെ പേടിക്കുകയും അല്ലാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്ക് മുത്തനബിതങ്ങളിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബാണ് പറയുന്നത്, മാ ഉഅ്തിയന്നാസു ശൈഅൻ ഖൈറൻ മിനൽ ഖുലുഖിൽ ഹസൻ, ഒരു മനുഷ്യന് നൽകപ്പെടുന്ന, ഒരു മനുഷ്യൻ അല്ലാഹു നൽകുന്ന നന്മകളിൽ വെച്ച് ഏറ്റവും വലിയ നന്മ, മാ ഉഅ്തിയന്നാസു ശൈഅൻ ഖൈറാ, അല്ലാഹു നൽകുന്ന ഖൈർ പറഞ്ഞു വന്നു. മാ ഉഅ്തിയന്നാസു ഖൈറൻ, ജനങ്ങളിൽ അല്ലാഹു നൽകുന്ന ഖൈറിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് മിനൽ ഖുലുഖിൽ ഹസൻ, ഏറ്റവും നല്ല സ്വഭാവത്തെക്കാൾ വലിയൊരു നന്മ അല്ലാഹു നൽകുന്നില്ലത്രേ. നമ്മൾ പറയും വീടാണ്, വാഹനാണ്, സൗകര്യങ്ങളാണ്, മഞ്ചേരിയങ്ങാടി ബിൽഡിംഗ് ആണ്, അതൊന്നല്ല വലിയ കാര്യം. നല്ല സ്വഭാവം അല്ലാഹു നൽകിയിട്ടുണ്ടോ, ഏറ്റവും വലിയ ഖൈർ നമുക്ക് കിട്ടിയതാണ്. അല്ലാഹു നമുക്കത് തരട്ടെ. എപ്പോഴെന്നറിയാം, മരിച്ചിട്ടെങ്കിലും മനുഷ്യന്മാർ പറയണം ഒരു നല്ല മനുഷ്യനായിരുന്നു കേട്ടോ. ജീവിച്ചിരിക്കുമ്പോൾ ചിലർ അസൂയ കൊണ്ട് മുണ്ടൂലെന്ന് വരും, മരിച്ചാൽ പിന്നെ അസൂയന്റെ പ്രശ്നം വരുന്നില്ലല്ലോ. മരിച്ചിട്ടെങ്കിലും പറയണം, എങ്ങനെ? ഒരു നല്ല മനുഷ്യനായിരുന്നു, നല്ല പെണ്ണായിരുന്നു എന്ന് കൂട്ടുകാരികൾ പറയണം. ഒരാണിനെ കുറിച്ച് നല്ല ആളായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ ഷഹാദയാണ്, അത് ജനങ്ങൾ മനുഷ്യന് നൽകുന്ന ഒരു സാക്ഷിയാണ്, സാക്ഷിത്വമാണ്. അത് നിബിധങ്ങൾ പറഞ്ഞു സ്വർഗപ്രവേശനത്തിന് കാരണമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്ന് രണ്ട് ഹദീസുകൾ നമുക്ക് പരിചയപ്പെടണം. എന്നിട്ട് ഒരുപാട് ചരിത്ര സംഭവങ്ങളിലൂടെ കടന്നു പോവാനുണ്ട്. പത്തോളം വിഷയങ്ങളിൽ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ചർച്ച. 10 വിഷയങ്ങൾ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, അന സഈമുൻ ബിബൈത്തിൻ ഫീ വസത്തിൽ ജന്നഹ ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹാ. അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്നഹ ലിമൻ തറക്കൽ മിറാ. ഇത് മുസ്ലിമീങ്ങളായ ആളുകൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം ആദ്യം പറയണത് കേട്ടോ. മുത്തുനബി തങ്ങൾ ജാമ്യം നിൽക്കുന്നു. അന സഈം, ഞാൻ നിങ്ങൾക്ക് കഫീലാണ്, ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ്. ബിബൈത്തിൻ,
ഫീ റബദിൽ ജന്ന, സ്വർഗത്തിന്റെ ഉള്ളിൽ കിടക്കുമ്പോ സ്വർഗത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിങ്ങൾക്ക് ഞാൻ ഒരു വീട് വാങ്ങിച്ചു തരാം. ആർക്കെന്നറിയോ? ലിമൻ തറകൽ മിറാഅ വഇൻ കാന മുഹിഖാ, തന്റെ നിലപാടുകൾ സത്യമാണെങ്കിൽ തന്നെയും തർക്കിക്കാതിരിക്കുന്ന ആളുകൾക്ക്. ആകെ തർക്കാണ്. വാട്സപ്പ് തർക്കം, ഫേസ്ബുക്കിൽ തർക്കം, റൂട്ടിലിറങ്ങിയ തർക്കം, വീട്ടിലെത്തിയ തർക്കം, അതോ ശരി ഇതോ ശരി, അത് ശിർക്ക് ഇത് കുഫർ, ഈ സ്വർഗത്തേക്ക് മറ്റോ നരകത്തേക്ക്, ഈ തർക്കമാണ്. അറിയുന്നവരും അറിയാത്തവരും അങ്ങനെ തർക്കിക്കുന്ന കാലാണ്. ദീനിന്റെ വിഷയങ്ങൾ അതിന്റെ ആലിമീങ്ങൾക്ക് വിടുന്നതിന് പകരം എല്ലാവരും മസാല പറയാണ്, എല്ലാവരും ഫത്വ കൊടുക്കുകയാണ്, എല്ലാ ആളുകളും ഇടപെടുകയാണ്. തർക്കത്തോട് തർക്കം. മുത്തുനബി തങ്ങൾ പറയുന്നു, ലിമൻ തറകൽ മിറാഅ വഇൻ കാന മുഹിഖാ, തർക്കിക്കാതിരിക്കുന്ന ആളുകൾ. തർക്കമില്ല. വഇൻ കാന മുഹിഖാ, നിങ്ങളുടെ അഭിപ്രായം സത്യമാണെന്നിരിക്കെ, അതാ വിഷയം, നിങ്ങളുടെ അഭിപ്രായം അത് ഹഖാൻ, എന്നിട്ട് പോലും നിങ്ങൾ തർക്കിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഞാനൊരു വീട് വാങ്ങിച്ചു തരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു വീട് വാങ്ങിച്ചു തരാം എന്നൊക്കെ ഒരാൾ പറഞ്ഞ എന്താ വേണ്ടച്ചാ ചെയ്തുതരാന്നല്ലേ പറയും. പിന്നെ നബി തങ്ങൾ പറയാം, നിങ്ങൾ തർക്കിക്കാതിരിക്കുക, അതന്നെ വലിയ കാര്യമാണ്. എല്ലായിടത്തും തർക്കം മനസ്സിലാക്കുക. നമ്മോടൊക്കെ നബി തങ്ങൾ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് എന്നോടൊന്നല്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട, എല്ലാവരും ഇത് എന്നോടാണ്, നമ്മളോട് എല്ലാവരോടാണ്. തർക്കിക്കണ്ട. തർക്കിച്ചിട്ട് ആരും എന്ത് ചെയ്യുന്നില്ല, നന്നാവണമൊന്നുമില്ല. വെറുതെ തർക്കിച്ച സമയങ്ങളെ എന്നല്ലാതെ. വഅന സഈമുൻ ബിബൈതിൻ ഫീ വസതിൽ ജന്ന ലിമൻ തറകൽ കദിബ വഇൻ കാന മാസിഹാ, സ്വർഗത്തിന്റെ മധ്യത്തിൽ ഞാൻ നിങ്ങൾക്കൊരു വീട് വാങ്ങിച്ചു തരാം, തമാശ പറയുകയാണെങ്കിൽ പോലും നുണ പറയാതിരിക്കുന്നവർക്ക്. തമാശ പറയാൻ, എന്നാലും നുണ പറയൂല. വിറ്റും തമാശയൊക്കെ പറയാൻ നല്ലതാണ്, പക്ഷെ നുണ വരരുത്, ഉള്ളതേ പറയാവൂ. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിന്റെ നടുവില്, യാ അല്ലാഹ്, വാട്സപ്പിൽ വിറ്റൊക്കെ അയച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ഉണ്ടാക്കി വിടുന്നവര്. സത്യം വിട്ടാൽ മതി, ഇല്ലാത്തത് എന്ത് ചെയ്യണ്ട. ജയരാജൻ പറയാത്തൊന്നും പറയണ്ട, ഉള്ള തന്നെ പറഞ്ഞാൽ പോലെ. അപ്പൊ എന്ത് ചെയ്യുക, വെറുതെ ഇല്ലാത്തത് പറഞ്ഞിട്ട് നുണ പറയരുത്. കേൾക്കുമ്പോ രസം തോന്നും, പക്ഷെ കെദിബാണ്, നുണയാണ്, നമ്മൾ പറയാൻ പാടില്ല. ലിമൻ തറകൽ കദിബ് വഇൻ കാന മാസിഹ. ഇനി പറയാൻ പോകുന്നത് സ്വർഗത്തിന്റെ പ്രാന്തപ്രദേശം മധ്യം, ഇനി സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥലത്തൊരു വീട്. അതാർക്കാന്നറിയോ? വഅന സഈമുൻ ബിബൈതിൻ ഫീ അഅലൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ, ഉന്നത ശ്രേണിയിൽ, ഉന്നതമായ സ്ഥലത്ത്, വിഐപികൾക്ക് അല്ലാഹു കൊടുക്കുന്ന സ്ഥലത്ത്, സ്വർഗലോകത്തെ വിവിഐപികളോടുകൂടെ ഇരിക്കാൻ ഒരു വീട് ഞാൻ തരാം. ആർക്കാണെന്നറിയുമോ? ലിമൻ ഹസുന ഖുലുഖുഹു, സ്വഭാവം നന്നായ ആളുകൾക്ക്. നിങ്ങളുടെ സ്വഭാവം നല്ലതാണെങ്കിൽ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലാണ് വീട്. ആ വീട് കിട്ടാനുള്ള ശ്രമമാണ് ഇന്നത്തെ നമ്മുടെ ഇരുത്തം. അള്ളാഹു നമുക്ക് അങ്ങോട്ട് എത്താൻ തൗഫീക്ക് തരട്ടെ. നമ്മൾ വെറുതെ പറയുക സ്വർഗത്ത് കടന്നിട്ടിയാൽ മതി, എനിക്ക് വലിയ അത്യാഗ്രഹമൊന്നുമില്ല എന്നൊക്കെ വെറുതെ പറയാം. ഗൾഫിക്ക് വിസക്ക് പോണ മാതിരി ആദ്യം പറയും വിസറ്റിയാൽ മതി, പിന്നെ കോലൊക്കെ മാറും. എന്ത് ശമ്പളമില്ലാത്ത ജോലി, ലീവ് ഇല്ലാത്ത ജോലി എന്നൊക്കെ പറഞ്ഞ് പിന്നെ കൊണ്ടുപോയവനായി കുഴപ്പം. അപ്പൊ ആദ്യം തന്നെ നല്ല ജോലി ഇട്ടാൻ നോക്കിക്കോളെ എന്ന പോലെ ആദ്യം തന്നെ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക്. അവിടെ എത്തുമ്പോൾ നമ്മൾ കോലൊക്കെ മാറും. പടച്ചോനെ, 2 റക്അത്ത് ദുഹ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ 8ാം നിലയിൽ എത്തുമായിരുന്നല്ലോ. 100 നിലയാണ് സ്വർഗം. അത് ബിൽഡിംഗ് പോലെയല്ല, ഓരോ നിലയുടെയും വ്യത്യാസം ഭൂമിയുടെയും ആകാശത്തിന്റെയും ഇടയിലെ ഡിസ്റ്റൻസ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഭാവം നന്നാവുക, അള്ളാഹു നന്നാക്കി തരട്ടെ. അതിനൊരു ദുആയാണ് മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമായിരുന്നു. എല്ലാവരും പഠിച്ചു വെക്കേണ്ട ദുആയാണ്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. ഒന്ന് ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ
വമൗലാഹാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ തസ്കിയത്തിന്റെ സംസ്കരണത്തിന്റെ ഉറവിടമാണ്. എന്നിട്ട് പോലും നബി തങ്ങൾ ദുആ ചെയ്തിരുന്നത് നമ്മളെ പഠിപ്പിക്കാനല്ലേ. അല്ലാഹുവേ പടച്ചവനെ, ആതി നഫ്സി തഖ്വാഹാ, എന്റെ ശരീരത്തിന് നിന്നെ ഭയപ്പെടാനുള്ള തൗഫീഖ് നീ തന്നെ തരണം പടച്ചവനെ. എത്രയോ ആളുകള് നിസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, സൽക്കർമ്മം ചെയ്യുന്നവരാണ്. പക്ഷേ കണ്ണുകളെ ഹറാമിലേക്ക് അഴിച്ചുവിടുന്നവര്, കണ്ടുകൊണ്ട് കാണാൻ പാടില്ലാത്തത് കണ്ടുകൊണ്ട് ആസ്വദിക്കുന്നവര് പറയണം, അല്ലാഹുവേ ആതി നഫ്സി തഖ്വാഹാ, എന്റെ ശരീരം തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അതിലേക്ക് പോവാതെ എനിക്ക് സംരക്ഷണം തരാൻ അല്ലാഹുവേ നീയൊന്ന് ഇടപെടണം, എന്റെ ശരീരത്തെ നന്നാക്കി തരണം അല്ലാഹ്. വസക്കിഹാ, എന്റെ ശരീരത്തെ സംസ്കരിച്ചു തരണം റബ്ബേ. അൻത ഖൈറു മൻ സക്കാഹാ, അത് ഏറ്റവും കൂടുതൽ നന്നാക്കി തരുന്നവൻ നീയാണല്ലോ അല്ലാഹുവേ. അൻത വലിയുഹാ വമൗലാഹാ, എന്റെ ശരീരത്തിന്റെ ഉടമസ്ഥനും അതിന്റെ നായകനും അതിന്റെ എല്ലാം നീയാണ് പടച്ചവനെ. അതുകൊണ്ട് എന്നെ നന്നാക്കിത്താ. ഭർത്താവിന്റെ സ്വഭാവം മോശാണ്, ഭർത്താവ് ദുആ ചെയ്യണം. പെണ്ണിന്റെ സ്വഭാവം മോശാണ്, അവൾ ആദ്യം മോശാണെന്ന് ഒരാൾക്ക് തോന്നണം, അത് വലിയൊരു കഴിവാണ്. മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കും മുമ്പേ നമ്മുടെ കുഴപ്പങ്ങൾ നമുക്കറിയണം എന്നാണ്. കണ്ണാടിയിൽ നോക്കുന്ന പോലെ എന്റെ സ്വഭാവം മോശമാണോ നന്നാക്കേണ്ടതാണോ നമ്മൾ ഓരോരുത്തരും അറിയണം.